ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും വിജയമെന്ന മന്ത്രി പി രാജീവ്. ഗവർണർക്കേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. രാഷ്ട്രപതിയുടെ തീരുമാനം ദൗർഭാഗ്യകരമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടുന്നതിന് പകരം ബില്ലുകളിൽ അടയിരുന്ന് ഗവർണർ പരമാവധി വൈകിപ്പിച്ചു. ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയതോടെ ഗവർണറിന്റെ നിലപാട് തെറ്റാണെന്ന് തെളിഞ്ഞെന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു. അന്വേഷണവും വിധിയും ഒരേജൻസിക്ക് ചെയ്യാൻ കഴിയുമോ എന്നും മന്ത്രി ചോദിച്ചു. അപ്പം തന്നെ ഒപ്പുവെക്കേണ്ടതാണ്. അതിനകത്ത് വിവേചനാധികാരമൊന്നും ഗവർണർക്ക് ഭരണഘടന നൽകുന്നില്ല. അത് അദ്ദേഹത്തിന്റെ നിലപാട് തെറ്റാണ് എന്നാണ് ഇപ്പോ ഈ രാഷ്ട്രപതി അംഗീകാരം നൽകിയതിലൂടെ വ്യക്തമാകുന്നത്. ലോകായുക്ത വിഷയം വ്യക്തമായ ധാരണയോടെയാണ് സർക്കാർ കൈകാര്യം ചെയ്തതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ്. നിയമരംഗത്തൊരു വലിയ കാൽവെപ്പാണ് നമ്മുടെ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് തന്നെ എടുത്ത ഒരു സമീപനം. കോടതിയിൽ പോയാൽ രാഷ്ട്രപതിയുടെ അംഗീകാരം നിലനിൽക്കില്ല. ഇതിനെ പല്ലും നഖവും ഉപയോഗിച്ച് നേരിടുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയെയും കോവിഡ് കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറെയും ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പങ്കപ്പാടിലാണ് ഈ നിയമം കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇതിനെ പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങൾ എതിർക്കും, നിയമപരമായ മാർഗങ്ങൾ തേടും. ലോകായുക്ത ഭേദഗതി ബില്ലിന് ഇന്നലെയാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. മീഡിയ 1 തിരുവനന്തപുരം.